Hi all, welcome to ONS. Mathematics for Electrical Science and Physical Science 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് GY Math 301, അതുപോലെ ക്രെഡിറ്റ് 3 ആണ്. സോ അതിലെ ഫസ്റ്റ് മോഡ്യൂൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫൊറിയർ ഇന്റഗ്രൽസ് ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോംസ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫൊറിയർ ഇന്റഗ്രൽ ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോംസ് എന്നാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൊറിയർ ഇന്റഗ്രൽസിനെ പറ്റിയാണ്. എന്താണ് ഫൊറിയർ ഇന്റഗ്രൽ? ഓക്കെ, ഫൊറിയർ ഇന്റഗ്രൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് S1 മാത്സിൽ ഫസ്റ്റ് സെമിസ്റ്റർ മാത്സിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് ഉണ്ട്. എന്തായിരുന്നു ആ ടോപ്പിക്? ഫൊറിയർ സീരീസ്, പവർ സീരീസ്, ഫൊറിയർ സീരീസ്, ടൈലർ സീരീസ്, അങ്ങനെയുള്ള കുറെ സീരീസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അതിൽ പഠിച്ചതാണ് ഫൊറിയർ സീരീസ്. എന്താണ് ഫൊറിയർ സീരീസ്? ഫൊറിയർ സീരീസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫൊറിയർ സീരീസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷന് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഫൊറിയർ സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ? അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ്? എ ഫംഗ്ഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഓവർ എ പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം അനുസരിച്ച് സെയിം ഫംഗ്ഷൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് ഫംഗ്ഷൻസ് പറയുന്നത്. ആ തരത്തിലുള്ള പീരിയോഡിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഫൊറിയർ സീരീസ് യൂസ് ചെയ്തത്. ഇനി അതിന്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫോം ആണ് ഫൊറിയർ ഇന്റഗ്രൽസ്. ഫൊറിയർ ഇന്റഗ്രൽസ് പീരിയോഡിക്കല്ല, നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിനെയും പീരിയോഡിക് ഫംഗ്ഷൻസിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഫൊറിയർ ഇന്റഗ്രൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോൺ പീരിയോഡിക്കിനെയും പീരിയോഡിക്കിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി കൺസെപ്റ്റ്. അതാണ്. ബട്ട് നമുക്ക് മാത്സിന് വരുമ്പോൾ നമുക്ക് അത്രയും വലിയ കൺസെപ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലത്തിന്റെ അനാലിസിസ് വരുന്നത്, പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതില് ഫൊറിയർ ഇന്റഗ്രൽസിന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്നത്. ഇഫ് f of x is defined as a Fourier integral, ഒരു ഫംഗ്ഷൻ ആയ f of x ഒരു ഫൊറിയർ ഇന്റഗ്രലിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ f of x നെ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ഇന്റഗ്രൽ 0 to infinity a of omega cos omega x plus b of omega sin omega x then d omega. ഇതില് a of omega b of omega ഇത് രണ്ടും എന്താണ്? രണ്ട് കോഎഫിഷ്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് കോഎഫിഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? a of omega കണ്ടുപിടിക്കാനുള്ളത് 1 by pi minus infinity to infinity f of x cos omega x dx and b of omega is equal to 1 by pi minus infinity to infinity f of x sin omega x dx. ഓക്കെ, അപ്പോ ഒരു ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ് 0 to infinity a of omega cos omega x plus b of omega sin omega x. ഇതിൽ f of x നമുക്ക് ഗിവൻ ആയിരിക്കും. അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും? a of omega കാണേണ്ടി വരും, ആൾസോ b of omega കാണേണ്ടി വരും. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ഫൈൻഡ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to f of x എന്ന് പറയുന്നത് 1 ആണ് ഫോർ mod x less than 1, 0 for mod x greater than 1 and hence evaluate. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. സോ അത് നമുക്ക് ഫർദർ ആയി നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഇതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. f of x ന്റെ വാല്യൂ, f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അത് ഏത് ഇന്റർവെല്ലിലാണ്? mod x less than 1 എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. എന്താണ് ഈ mod x? അത് നമ്മൾ അറിയണം. mod x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod x എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ആൾസോ ആൾവേസ് എന്താകാം? ഒന്നുകിൽ പോസിറ്റീവ് ആകാം, അല്ല എങ്കിൽ നെഗറ്റീവ് ആകാം. അതായത് എക്സ് എന്ന് പറയുന്നത് പ്ലസ് എക്സും ആവാം, ആൾസോ എന്താവാം? മൈനസ് എക്സും ആവാം. പ്ലസ് എക്സ് ആവുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നമ്മൾ ഓർക്കുക. പ്ലസ് എക്സ് ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ആണെങ്കിൽ വെൻ എക്സ് ലെസ് ദാൻ 0. സോ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. അതാണ് മോഡ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് എക്സിന്റെ കണ്ടീഷൻസ് രണ്ടെണ്ണം വരാം. എക്സ് എപ്പോ എക്സ് പോസിറ്റീവ് ആകുന്ന സമയത്ത്, മൈനസ് എക്സ് എപ്പോ എക്സ് നെഗറ്റീവ് ആകുന്ന സമയത്ത്. സോ ഇനി മോഡ് എക്സ് ലെസ് ദാൻ 1. അപ്പൊ ഞാൻ പറഞ്ഞു മോഡ് എക്സിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? എക്സ്, മൈനസ് എക്സ്. അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? എക്സ് ലെസ് ദാൻ 1 എന്നാകാം, അല്ലെങ്കിൽ മൈനസ് എക്സ് ലെസ് ദാൻ 1 എന്നാകാം. രണ്ട് രീതിയിലും വരാം. ഒന്നുകിൽ എക്സ് ലെസ് ദാൻ 1, അല്ല എന്നുണ്ടെങ്കിൽ മൈനസ് എക്സ് ലെസ് ദാൻ 1. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ ഏതെല്ലാം രീതിയിൽ റീഅറേഞ്ച് ചെയ്യാം? നെഗറ്റീവ്, ഒരു നെഗറ്റീവ് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക് +1 പഠിക്കാൻ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി എന്താവും? ചേഞ്ച് ആവും. ഇനീക്വാളിറ്റി ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്തായി മാറും? ലെസ് ദാൻ ആയി മാറും. സോ സെയിം രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരു മാറ്റവും ഇല്ല, പകരം എന്താണ്? -x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്നാണ്.
അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? എക്സ് ലെസ് ദാൻ 1 ആണ്, ആൾസോ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണ്. എന്ന് വെച്ചാൽ എന്താ? -1 വലുതാണ്, പക്ഷെ എന്തിനേക്കാളും ചെറുതാണ്? 1 ചെറുതാണ്. സോ എക്സിന്റെ എക്സാക്ട് വാല്യൂ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന രീതിയിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എക്സിന്റെ വാല്യൂ -1 ഗ്രേറ്റർ ആണെന്ന് മനസ്സിലായി, ആൾസോ +1 എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പൊ ആ ഇന്റർവെൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓക്കെ അല്ലേ? സോ mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -1 to +1 ആണ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് -1 മുതൽ +1 ആണ്. അങ്ങനെയാണെങ്കിൽ mod x സംതിങ് ലെസ് ദാൻ a എന്നാണെങ്കിലോ? mod x ലെസ് ദാൻ a, ജസ്റ്റ് a, ഏതോ ഒരു റിയൽ പോസിറ്റീവ് നമ്പർ ആണ് a എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? -a ലെസ് ദാൻ x ലെസ് ദാൻ a. ഓക്കെ, ആ രീതിയിലായിരിക്കും. -a മുതൽ +a വരെ. അതായത് mod x ഏത് നമ്പറാണോ പറയുന്നത് അതിന്റെ നെഗറ്റീവ് വാല്യൂ മുതൽ പോസിറ്റീവ് വാല്യൂ വരെ ആയിരിക്കും അതിന്റെ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം അറിയേണ്ടത്. അതായത് ഇവിടെ ആക്ച്വലി mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഓക്കെ, f of x പറയുന്നുണ്ട്. ഇനി നമുക്ക് ഫൊറിയർ ഇന്റഗ്രൽ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫൊറിയർ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്? 2 കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? a of omega ആൾസോ b of omega. സോ a of omegയും b of omegയും നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെയാണ് a of omega കണ്ടുപിടിക്കുക? a of omega കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? 1/π ഇന്റഗ്രൽ -∞ to +∞ f of x cos omega x dx. a of omega കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/π ഇന്റഗ്രൽ -∞ to ∞ f of x cos omega x dx. സോ ഇവിടെ f of x അതിന്റെ ഡ്യൂറേഷൻ ഏതോട്ട് ഏതുവരെയാണ് നമ്മൾ പറഞ്ഞു? mod x ലെസ് ദാൻ 1 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലിമിറ്റ് ഏതോട്ട് ഏതുവരെയായിരിക്കും? -1 മുതൽ +1 വരെ ആയിരിക്കും. ഓക്കെ, ആ സമയത്തുള്ള f of x ന്റെ വാല്യൂ അത് നമുക്ക് എന്താണ്? f of x ന്റെ വാല്യൂ 1 ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് f of x ന്റെ പ്ലേസിൽ 1 into cos omega x dx, 1 into cos omega x dx. Then ഇനി അറിയേണ്ട കാര്യം -1 മുതൽ +1 വരെ എന്ന് പറയുന്നുണ്ട്. -1 മുതൽ +1 വരെ, അതായത് മൈനസ് ഒരു ലിമിറ്റ് മുതൽ പ്ലസ് അതേ ലിമിറ്റ് വരെ, -a ഏതോ ഒരു നമ്പർ ആയിക്കോട്ടെ, പ്ലസ് അതേ ലിമിറ്റ് വരെ f of x dx ഒരു ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. -ഒരു ലിമിറ്റ് മുതൽ പ്ലസ് അതേ ലിമിറ്റ് വരെ f of x dx എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോൾ f of x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതില്? ഫൊറിയർ സീരീസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. f of x ന്റെ വാല്യൂ, അല്ലെങ്കിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ ആണെങ്കിൽ? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. മറിച്ച് ഇതേ രീതിയിൽ ഇന്റഗ്രൽ -a മുതൽ +a വരെ f of x dx is equal to 2 times ഇന്റഗ്രൽ 0 to a f of x dx എന്നായിരിക്കും. എപ്പോൾ f of x ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 times ഇന്റഗ്രൽ 0 to a f of x dx എന്നായിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും ഡയറക്റ്റ്. ഓക്കെ അല്ലേ? സോ എന്നിട്ട് ഈ രീതിയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം, ഏത് രീതിയിൽ? 2 times ഇന്റഗ്രൽ 0 to a f of x dx എന്ന് എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? സാധാരണ രീതിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്ത് ഫംഗ്ഷൻ ആണ്? cos omega x. ഓക്കെ, കോസ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? cos x എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈവൻ ഫംഗ്ഷൻ ആണ്. sin x എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, sin x ഓഡ് ഫംഗ്ഷൻ ആണ്, cos x എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. കാര്യം എന്താണ്? sin x, sin ഓഫ് -x എന്ന് പറയുന്നത് എന്താണ്? -sin x ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. sin ഓഫ് -θ -sin θ. ഓക്കെ, അതുപോലെ cos ഓഫ് -x, cos ഓഫ് -x, cos ഓഫ് -x എന്ന് പറയുന്നത് എന്താണ്? cos x ആണ്. ഓക്കെ അല്ലേ? സോ അപ്പൊ cos ഓഫ് -x cos x ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ഫംഗ്ഷൻ ആണെന്നാ പറഞ്ഞത്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2 times ഇന്റഗ്രൽ 0 to 1, ഈ 1 സ്ഥാനത്ത് 2 എന്നായി മാറും. എന്തുകൊണ്ട്? 2 times 0 to a എന്ന രീതിയിലാണ് ലിമിറ്റ് വരുന്നത്. ഏത് ഫംഗ്ഷനില്? ഈവൻ ഫംഗ്ഷനില്. സോ 2 times 0 to 1 cos omega x dx. Then 2/π കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസിന്റെ ഇന്റഗ്രൽ cos omega x ന്റെ ഇന്റഗ്രൽ sin omega x divided by omega, that is 2/π sin omega x divided by omega. ലിമിറ്റ് എന്താ പറയുന്നത്? 0 to 1. ഓക്കെ, 0 to 1. ദെൻ എന്ത് ചെയ്യണം?
എക്സിന് വാല്യൂ കൊടുക്കണം. എന്തുകൊണ്ട് ഞാൻ എക്സിന് വാല്യൂ കൊടുത്തു? വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് ലിമിറ്റ് കൊടുക്കുന്നത് ഏതിനാണ്? എക്സിനാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 2/π എക്സിന് 1 കൊടുത്തു, അതായത് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, എക്സിന് 1 കൊടുത്തു, ആ സമയത്ത് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ദെൻ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ദെൻ മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? സൈൻ 0 എന്നാവും. എന്താണ് സൈൻ 0? സൈൻ 0 ആണ്, ദാറ്റ് ഈസ് 0. സോ ആൻസർ എങ്ങനെ എഴുതാം? 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. ഓക്കെ, ഇത് എന്തിന്റെ വാല്യൂ ആണ്? എ ഓഫ് ഒമേഗയുടെ വാല്യൂ ആണ്. എ ഓഫ് ഒമേഗയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. എ ഓഫ് ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ, എനിക്ക് എന്ത് വേണം? ബി ഓഫ് ഒമേഗ കൂടെ വേണം, എങ്കിലേ ഫൊറിയർ ഇന്റഗ്രൽ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ പോകുന്നു. എന്താണ് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതി, എന്താണ്? 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. f of x sin omega x dx. Okay, then 1 divided by 1/π. ഇവിടെ ഫംഗ്ഷന്റെ ഡ്യൂറേഷൻ എന്താണ്? -1 to +1. f of x ആ സമയത്തുള്ള വാല്യൂ എന്തായിരുന്നു? 1 ആയിരുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ എടുത്ത സെയിം കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 1 into sin omega x dx. ഓക്കെ, sin omega x അല്ലെങ്കിൽ sin x. sin x എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. sin x ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വേറെ ഇന്റഗ്രേറ്റ് ലിമിറ്റ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യം എന്താ? -1 to +1 ആണെന്ന് തന്നിരിക്കുകയാണ്. സോ -1 to +1 എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എന്തെന്ന് എഴുതാം? 0 എന്ന രീതിയിൽ എനിക്ക് എഴുതാം. -a to +a f of x dx equal to 0. എപ്പോൾ f of x ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. സോ sin x എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? എ ഓഫ് ഒമേഗയുടെ വാല്യൂ കിട്ടി. പക്ഷെ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ എന്താണ്? 0. ഇത് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഒരു നോർമൽ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇതിനകത്ത് എ ഓഫ് ഒമേഗയുടെ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി ഓഫ് ഒമേഗ എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. എ ഓഫ് ഒമേഗയുടെ വാല്യൂ എനിക്ക് കിട്ടിയതാണ്. ദാറ്റ് ഈസ് 0 to ഇൻഫിനിറ്റി എന്തായിരുന്നു? 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. ഓക്കെ, ദാറ്റ് ഈസ് 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇതാണ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ, നമുക്കൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യമാണ്? ഹെൻസ് ഇവാലുവേറ്റ്. ഈ ടേം കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ദെൻ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഒരു എക്സ്പ്രഷൻ കൂടെ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്രഷന്റെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടേം എന്താണ്? സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ. ഓക്കെ, നമുക്ക് നോക്കാം. സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അത് വന്നിട്ടുണ്ട്. സൈൻ ഒമേഗ വന്നിട്ടുണ്ട്, ദിസ് വൺ കോസ് ഒമേഗ എക്സ് വന്നിട്ടുണ്ട്, ദെൻ ഡി ഒമേഗ വന്നിട്ടുണ്ട്. ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ്? 2/π കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗയ്ക്കാണ് ഇവിടെ ഇന്റഗ്രൽ ടേം വന്നിരിക്കുന്നത്. സോ ഒമേഗ ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ. ഓക്കെ, അതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അതിനു വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ 2/π എക്സ്ട്രാ ഉണ്ട്. ആ 2/π എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്തായിരുന്നു എന്റെ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ ആയിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1, 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതായിരുന്നു നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ആ ടേമിനെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക?
π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. ഇന്റഗ്രൽ 0 to infinity sin omega cos omega x divided by omega d omega is equal to π/2 into f of x. എന്താണ് f of x? This one. 1 if mod x less than 1, 0 if mod x greater than 1. സോ ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ വാല്യൂ, ഇത് കണ്ടീഷനാണ്, ഇതെന്താണ് വാല്യൂ. വാല്യൂവിന് തമ്മിലാണ് കോഎഫിഷ്യന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ π/2 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? π/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 if mod x less than 1, 0 if mod x greater than 1. അതായത് ഈ വാല്യൂ 1 കൊണ്ടിനെ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/2 എന്ന് കിട്ടി. π/2 into 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് വൺ. ഇന്റഗ്രൽ സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണ്. എപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 വരുന്ന സമയത്ത് ഈക്വൽ ടു 0 ആണ്. വെൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുറിയർ ഇന്റഗ്രലിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. സോ ബേസിക്കലി ഫുറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫുറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ, നോർമലി നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിനെയും നമ്മൾ ഫുറിയർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫുറിയർ ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫുറിയർ സീരീസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പീരിയോഡിക് ആസ് വെൽ ആസ് നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫുറിയർ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഫർദർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും കാണണം. Thank you.